സൂര്യൻ പതിയെ കടലിന്റെ ഓരം ചേർന്ന് താഴെ കൂർന്നിറങ്ങുമ്പോൾ കോഴിക്കോടിന്റെ തീരത്ത് തിരമാലകൾ താരാട്ടുപാടിയൊഴുകി. 50 പിന്നിട്ട നെഞ്ചിലും കൈകളിലും കടലിന്റെ ഉപ്പുകാറ്റേറ്റ പാടുകളുണ്ടായിരുന്ന അച്യുതൻ തന്റെ തോണിയുടെ അമരത്ത് പിടിച്ചിരുന്നു. മീശ നരച്ചെങ്കിലും കണ്ണുകളിൽ കടലിന്റെ തെളിച്ചം മായാതെ കിടന്നു. കറുത്തമ്മയെയും ചിരുതയെയും പോലെ തന്റെ ജീവിതവും കടലിനോട് ചേർത്തുവെച്ചവനാണ് അച്യുതൻ. ഓരോ തിരയും ഓരോ കഥ പറയുമ്പോൾ അവനത് ഹൃദയം കൊണ്ട് കേട്ടു. വീട്ടിൽ തന്റെ ഒരേയൊരു മകൾ ലക്ഷ്മിയുടെ കല്യാണാലോചന നടക്കുകയാണ്. അവളുടെ ചിരിക്കണം, അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കണം. അതിനൊരു പീട്ടി മീൻ കിട്ടിയേ തീരൂ. മകൻ വിനുവിന്റെ കടം വീട്ടണം. ഈ കടലിന്റെ ഓളങ്ങളിൽ തകരുന്ന അവന്റെ ജീവിതം കരക്കെടുപ്പിക്കണം. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് അച്യുതൻ ഓരോ തവണയും കടലിലേക്ക് ഇറങ്ങാറ്. ഭാര്യ സാവിത്രിയുടെ നെഞ്ചിലെ ആശങ്കയും മക്കളുടെ പ്രാർത്ഥനകളും അവനറിയാം. പാലാഴി കടഞ്ഞാൽ അമൃത് കിട്ടും, പക്ഷേ എന്റെ ഭർത്താവ് കടൽ കടയുമ്പോൾ കിട്ടുന്നത് ജീവനാണ് എന്ന് സാവിത്രി എപ്പോഴും പറയും. അന്ന് രാവിലെ പതിവിലും നേരത്തെയാണ് അവൻ മീൻപിടുത്തത്തിനിറങ്ങിയത്. ആകാശത്ത് നേരിയ ചുവപ്പ് കലർന്നിരുന്നു. പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശിയടിച്ച കാറ്റിൽ ഒരു ചെറിയ മാറ്റം. വേലിക്ക് കെട്ടഴിഞ്ഞ് ഓടാൻ പോകുകയാണോ? അച്യുതൻ സ്വയം ചോദിച്ചു. പക്ഷേ മീൻ കിട്ടിയേ പറ്റൂ. അവനൊന്ന് ദീർഘമായി ശ്വാസമെടുത്ത് വള്ളം മുന്നോട്ട് നയിച്ചു. അവന്റെ മനസ്സിൽ കടലമ്മയോടുള്ള പ്രാർത്ഥനകൾ നിറഞ്ഞു. കാത്തോളണേ കടലമ്മേ. പതിവ് മീൻപിടിത്ത സ്ഥലമെത്തിയപ്പോൾ അച്യുതൻ വലയെറിഞ്ഞു. നല്ല മീൻ കിട്ടുമെന്ന് ഒരു തോന്നൽ. പക്ഷേ ആ തോന്നലിനെ മറികടന്ന് പെട്ടെന്ന് കടലിന്റെ ഭാവം മാറി. ആകാശം ഇരുണ്ടുകൂടി. ചക്രവാളത്തിൽ നിന്ന് കറുത്ത മേഘങ്ങൾ ആഞ്ഞുവീശി. കാറ്റിന് ശക്തി കൂടി. പേമാരി വരുന്നു. അച്യുതൻ വേഗം വല വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രകൃതി അവന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. ആർത്തലച്ചു വന്ന തിരമാലകൾ അവന്റെ കൊച്ചുവള്ളത്തെ എടുത്തുയർത്തി താഴ്ത്തി കറക്കി. ഓരോ തിരയും ഓരോ പർവ്വതം പോലെ തോന്നി. ദൈവമേ, അവൻ ഉറക്കെ വിളിച്ചു. ബോട്ട് ആടിയുലഞ്ഞു. അച്യുതൻ അമരത്ത് മുറുകെ പിടിച്ചു. മിന്നൽ പിണരുകൾ ആകാശത്ത് വെളിച്ചം വരച്ചു. ഇടിമുഴക്കം കടലിന്റെ അഗാധതയിൽ നിന്ന് ഉയരുന്ന പോലെ തോന്നി. അവന്റെ മനസ്സിൽ സാവിത്രിയുടെ മുഖം, മകളുടെ ചിരി, മകന്റെ നിസ്സഹായത. ഒന്നും സംഭവിക്കരുതേ. ഒരു ഭീമാകാരമായ തിരമാല അവന്റെ വള്ളത്തെ അടിച്ചുടച്ചു. ബോട്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നുപോയി. അവന്റെ കൈകളിൽ നിന്ന് അമരം വിട്ടുപോയി. വെള്ളത്തിനടിയിലേക്ക് താണുപോകുമ്പോൾ അവൻ ആഞ്ഞു പിടിച്ചു നീന്തി. കയ്യിൽ കിട്ടിയത് അവന്റെ തോണിയുടെ ഒരു കഷ്ണമായിരുന്നു. ആഞ്ഞു വീശിയ കാറ്റും തിരയും അവനെ എങ്ങോട്ടെന്നില്ലാതെ വലിച്ചിഴച്ചു. കടൽ ജലത്തിന്റെ കൊടുംതണുപ്പ് അവന്റെ എല്ലുകളെ മരവിപ്പിച്ചു. വിശപ്പും ദാഹവും അവനെ തളർത്തി. ഓരോ നിമിഷവും മരണം അവനെ കാത്തു കിടക്കുന്ന പോലെ തോന്നി. ഇതെന്റെ അന്ത്യമോ? അവൻ പതുക്കെ കണ്ണുകളടച്ചു. തളർന്ന് പ്രതീക്ഷയേറ്റ് ബോട്ടിന്റെ അവശിഷ്ടത്തിൽ പിടിച്ചുകിടക്കുമ്പോൾ അവനൊരു നിഴൽ കണ്ടു. ഒരു നിഴലല്ല, പല നിഴലുകൾ. അവ അവന്റെ ചുറ്റും വട്ടം ചുറ്റി. അവ്യക്തമായ ശബ്ദങ്ങൾ ചെവിയിൽ മുഴങ്ങി. ഡോൾഫിനുകളായിരുന്നു അത്. അച്യുതൻ കണ്ണുകൾ തിരുമ്മി നോക്കി. അവ വീണ്ടും വീണ്ടും അവന്റെ അടുത്തേക്ക് വന്നു. ദേഹത്ത് തട്ടി, വെള്ളത്തിൽ ചാടി എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ടാക്കി. അവനാദ്യം ഭയമായിരുന്നു. പിന്നീട് അവ തന്റെ രക്ഷകരാണെന്ന് അവന് തോന്നി. അവന്റെ ഹൃദയത്തിൽ ഒരു നേരിയ പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. അപ്പോഴാണ് ആ നീലൻ വന്നത്. ഡോൾഫിൻ കൂട്ടത്തിലെ ഏറ്റവും വലുതും കൂട്ടത്തിന് ദിശാബോധം നൽകുന്നതുമായ നീലൻ. സാധാരണ കടലിൽ മീൻപിടുത്തത്തിന് പോകുമ്പോൾ പലപ്പോഴും കാണാറുള്ള അവന്റെ മുഖം അച്യുതന്റെ മനസ്സിൽ തെളിഞ്ഞു. നീലന്റെ കണ്ണുകളിൽ മനുഷ്യനോടുള്ള പതിവില്ലാത്ത ഒരടുപ്പം അച്യുതൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീലൻ അവന്റെ അടുക്കലെത്തി. അവന്റെ കൈകളിൽ പതിയെ തട്ടി. ഒരു നിമിഷം അച്യുതൻ ഭയന്നു. എന്നാൽ നീലന്റെ കണ്ണുകളിലെ ആർദ്രത അവനിലെ ഭയം ഇല്ലാതാക്കി. നീലന് പിന്നാലെ അവന്റെ കൂട്ടുകാരായ മറ്റു ഡോൾഫിനുകളുമെത്തി. അവ അച്യുതന് ചുറ്റും വട്ടം ചുറ്റി വെള്ളത്തിൽ ചാടി പ്രത്യേകതരം ശബ്ദങ്ങളുണ്ടാക്കി. അവർ എന്നെ സഹായിക്കാൻ ശ്രമിക്കുകയാണോ? അച്യുതന് വിശ്വസിക്കാനായില്ല. തളർന്നുപോയ അവന്റെ ശരീരത്തിന് ഒരുതരം ഊർജം ലഭിച്ച പോലെ തോന്നി. ഡോൾഫിനുകൾ അവന്റെ തോണിയുടെ അവശിഷ്ടത്തിൽ തട്ടി അവനെ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. സമയം എത്ര കഴിഞ്ഞുവെന്ന് അച്യുതന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല.
കടലിന്റെ ഇരുണ്ട നീലനിറം മെല്ലെ മങ്ങാൻ തുടങ്ങി. സൂര്യൻ ഉദിച്ചുയരുന്നതിന്റെ നേരിയ വെളിച്ചം ചക്രവാളത്തിൽ കണ്ടു. പ്രതീക്ഷയുടെ ഒരു പൊൻകിരണം പോലെ അത് അച്യുതന്റെ മനസ്സിലേക്ക് തുളച്ചു കയറി. ഡോൾഫിനുകൾക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്ന് അവന് മനസ്സിലായി. അവയുടെ ശബ്ദത്തിൽ ഒരുതരം ആഹ്വാനം നിറഞ്ഞു നിന്നു. അവൻ അവരെ പിന്തുടർന്നു. ശരീരം വഴങ്ങുന്നില്ലെങ്കിലും മനസ്സിലെ അതിജീവനത്തിനുള്ള തീവ്രമായ ആഗ്രഹം അവനെ മുന്നോട്ട് നയിച്ചു. ഡോൾഫിനുകൾ ഇടയ്ക്കിടെ അവനെ നോക്കി. അവന് ക്ഷീണം തോന്നുമ്പോൾ താങ്ങുപോലെ അവന്റെ അടുത്ത് വന്നു. അവയുടെ സ്പർശനം അവനൊരു ആശ്വാസമായി. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വാക്കുകളില്ലാത്ത ആത്മബന്ധം അച്യുതൻ അനുഭവിച്ചറിഞ്ഞു. നീലൻ മുൻപിൽ നയിച്ചുകൊണ്ട് നീന്തി. മറ്റുള്ളവർ അച്യുതനെ അവന്റെ ബലഹീനതയിൽ താങ്ങി നിർത്തി. അകലെ ഒരു നേരിയ വെളിച്ചം. അച്യുതന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. ഒരു ബോട്ട്, കോസ്റ്റ് ഗാർഡിന്റെ പട്രോളിംഗ് ബോട്ടിന്റെ വെളിച്ചമായിരുന്നു അത്. ഡോൾഫിനുകൾ ആ ബോട്ടിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ കൂടുതൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി വെള്ളത്തിൽ ശക്തിയായി ചാടി. അവരുടെ നീക്കങ്ങൾ ബോട്ട് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതാ അവിടെ എന്തോ അനങ്ങുന്നു, ബോട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞു. ബോട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അച്യുതനെ കണ്ടതും അവർ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. ഡോൾഫിനുകൾ അപ്പോഴും അവന് ചുറ്റും കാവൽ നിൽക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ അവനെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി. തളർന്ന അവശനായിരുന്നെങ്കിലും അവനൊരു നോക്ക് ഡോൾഫിനുകളെ നോക്കി. നീലൻ ഒരു നിമിഷം അവനെ നോക്കി, എന്നിട്ട് തലയാട്ടി യാത്ര പറഞ്ഞു. ശേഷം തന്റെ കൂട്ടത്തോടൊപ്പം ആഴക്കടലിലേക്ക് മറഞ്ഞു. അച്യുതന്റെ കണ്ണുകൾ നിറഞ്ഞു. നന്ദി കടലമ്മേ, നന്ദി എന്റെ കൂട്ടുകാരെ, അവൻ മനസ്സിൽ പറഞ്ഞു. അവന്റെ ജീവിതം കടലമ്മ അവന് തിരികെ നൽകിയിരുന്നു, അവന്റെ പുതിയ കൂട്ടുകാരായ ഡോൾഫിനുകളിലൂടെ. പട്രോളിംഗ് ബോട്ട് കരയ്ക്കെടുത്തപ്പോൾ അവിടെ സാവിത്രിയും ലക്ഷ്മിയും വിനുവും മറ്റു ബന്ധുക്കളും നാട്ടുകാരും ആശങ്കയോടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അച്യുതനെ കണ്ടതും സാവിത്രി നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി അവന്റെ ദേഹത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിനുവിന്റെ മുഖത്ത് ആശ്വാസം നിഴലിച്ചു. അച്യുതനെ ഉടൻ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാർ അവനെ വിശദമായി പരിശോധിച്ചു. നിർജ്ജലീകരണവും ക്ഷീണവുമായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ. ദിവസങ്ങളോളം കടലിൽ അലഞ്ഞതിന്റെ തളർച്ച അവന്റെ ശരീരത്തെ കാർന്നു തിന്നിരുന്നു. സാവിത്രി അവന്റെ കൈകളിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാ ഇത് സംഭവിച്ചത് അച്ഛാ? വിനു ചോദിച്ചു. അതൊരു വലിയ കഥയാ മോനെ, അച്യുതൻ ക്ഷീണത്തോടെ ചിരിച്ചു. കടലമ്മ എനിക്ക് പുതുജീവൻ തന്നു, എന്റെ പുതിയ കൂട്ടുകാർ ഡോൾഫിനുകൾ. അവൻ സംഭവിച്ചതെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അമ്പരന്നു. ഡോൾഫിനുകൾക്ക് മനുഷ്യനെ ഇത്രയധികം സഹായിക്കാൻ കഴിയുമോ എന്ന് അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു. കോഴിക്കോട്ടെ പത്രങ്ങളിൽ അച്യുതന്റെയും ഡോൾഫിനുകളുടെയും കഥ പ്രധാന വാർത്തയായി. കടൽ ജീവികളോട് ആളുകൾക്ക് ഒരുതരം ബഹുമാനം തോന്നിത്തുടങ്ങി. അച്യുതനെ കാണാൻ ആശുപത്രിയിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു. അവൻ ഒരു സെലിബ്രിറ്റിയായി മാറി. ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും അച്യുതൻ പഴയ അച്യുതനായിരുന്നില്ല. അവന്റെ ജീവിത വീക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. കടലിനെ അവൻ എന്നെന്നും ആരാധിച്ചു, പക്ഷേ അതിലുപരി അതിന്റെ സംരക്ഷകനാകണമെന്ന് അവന് തോന്നി. മീൻപിടുത്തം തുടർന്നെങ്കിലും കടലിലെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ അവൻ മുന്നിട്ടിറങ്ങി. കടലിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ അവൻ സംസാരിച്ചു. തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ച് കടൽ ജീവികളോട് കരുണ കാണിക്കാൻ അവൻ അവരെ പ്രേരിപ്പിച്ചു. ലക്ഷ്മിയുടെ വിവാഹം ഭംഗിയായി നടന്നു. വിനുവിന്റെ കടം വീട്ടാൻ നാട്ടുകാർ അവന്റെ സഹായത്തിനെത്തി. അച്യുതൻ എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രതീകമായി മാറി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അൺബ്രേക്കബിൾ ബോണ്ടിന്റെ പ്രതീകം. ഓരോ തവണയും കടലിലേക്ക് പോകുമ്പോൾ അവൻ നീലനെയും അവന്റെ കൂട്ടുകാരെയും ഓർത്തു. അവർ അവന്റെ കൂടെയുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഇന്നും കോഴിക്കോടിന്റെ തീരത്ത് അച്യുതൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ കടലിലെ കാറ്റിന് അവന്റെ ചെവിയിൽ ഒരു മന്ത്രം മന്ത്രിക്കുന്ന പോലെ തോന്നും. നന്ദി അച്യുത, കടലമ്മയുടെ മകനെ. പ്രകൃതിയെ സ്നേഹിച്ച് നിനക്കുവേണ്ടി ഞങ്ങൾ എന്നും ഉണ്ടാകും. ആഴക്കടലിൽ നീലനും അവന്റെ കൂട്ടുകാരും അവനെ നോക്കി ചിരിക്കുന്നുണ്ടാവാം. അവർക്കറിയാം, മനുഷ്യന്റെ ഹൃദയത്തിൽ നന്മയുള്ളിടത്തോളം കാലം പ്രകൃതി അവനെ കാത്തുരക്ഷിക്കുമെന്ന്.